എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? തുടങ്ങാം, ഞാൻ റെഡി. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. അല്ല, വർഷങ്ങളായി അത് ഈ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ശുചിമുറി ഇല്ല, മൂത്രമൊഴിക്കാനുള്ള സൗകര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, ദീർഘദൂര ബസ്സുകൾ വരുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത് എന്നത് മാത്രമാണ് ചോദ്യം. ഉത്തരം പറ. അത് നിങ്ങളോട് സംസാരിച്ച സമയം കളയാൻ വേണ്ടിട്ടല്ല കമ്പനി എനിക്ക് ശമ്പളം തരുന്നത്. ദീർഘദൂര ബസ്സുകൾ വരുന്ന സ്ഥലത്ത് യാത്രക്കാർക്ക് മലമൂത്ര വിസർജനം നടത്താൻ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ സാർ. എന്താ സാർ ഒരു ടെൻഷൻ പോലെ? ടെൻഷനോ? ആർക്ക്? എനിക്കോ? മുझे तुमसे प्यार है. താങ്കൾക്ക് ശുചിമുറി ഉണ്ടാകും, യാത്രക്കാർക്ക് അതില്ല എന്നതാണ് പ്രതിസന്ധി. അത് യാത്രക്കാരുടെ അവസ്ഥയുടെ നേർചിത്രമാണ് ഇപ്പോൾ കണ്ടത്. ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചോദിച്ചാൽ ഇറങ്ങി പോകുന്നത്. അദ്ദേഹം പോകുന്നു, പക്ഷെ പ്രതികരണമില്ല. അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഇവിടെ ശുചിമുറി ടോയ്ലറ്റ് എന്തുകൊണ്ട് തുറന്നു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. സൗകര്യം ഇല്ലാത്തത് എന്തുകൊണ്ട്? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. പണി കഴിഞ്ഞ ഒരു ശുചിമുറി തുറന്നു കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് മാത്രമാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ തുപ്പാൻ വന്നതല്ലേ? തുപ്പാൻ വന്നതല്ല, എന്റെ തടി തപ്പാൻ വന്നതാ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. താങ്കൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചാൽ യാത്രക്കാരോട് ആരും ഉത്തരം പറയും സാർ? താങ്കൾ ഇതിന്റെ ഒരു അധികാരിയല്ലേ? അരുൺകുമാർ, ഇതാണ് സാഹചര്യം. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. എന്താണ് പ്രശ്നം? എന്ത് ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടാ. 1 2 3. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.